ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഇൻഡിവിജ്വലിസ്റ്റ് മിസ്സസ് ജി യങ് എന്ന ഡ്രാമയായിട്ടാണ് വന്നത്. ഇത് നല്ലോണം ലെങ്ത് ഉള്ളൊരു ഡ്രാമയാണ്. എന്നാൽ 1 hour ഉണ്ട്, പക്ഷേ 3 എപ്പിസോഡുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നായികയായ ജി യങ് കുറച്ച് ജോയ്ഫുൾ അല്ലാത്ത എക്സ്പീരിയൻസ് അവളുടെ ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. ഈ ചാലഞ്ചസിനെയൊക്കെ മറികടക്കാനായിട്ട് ഒരു AI റോബോട്ട് അവൾ അസിസ്റ്റ് ചെയ്യാണ്. അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിലാകുന്നതാണ് ഇതിൻ്റെ കഥ. സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു പെൺകുട്ടി തൻ്റെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ലാപ്ടോപ്പ് അവൾ അടിച്ചിട്ട് തൻ്റെ ഗുളിക ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കുകയാണ്. അതാണ് നമ്മുടെ നായിക ജി യങ്. ശേഷം അവൾ പോയി ബെഡിൽ കിടക്കുന്ന സമയത്ത് അവൾ ഒരാൾക്ക് ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ട്, ഐ മിസ് യു എന്ന് പറഞ്ഞിട്ട്. കിടക്കുന്ന സമയത്ത് അവളുടെ ചെവിയിലൂടെ ആരൊക്കെയോ തമ്മിലുള്ള കോൺവെർസേഷൻ ഇങ്ങനെ ചെവി കൂടെ ഓടുന്നുണ്ട്. അതിലെന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ തൻ്റെ എതിർവശത്തുള്ള ആളോട് പറയാണ്, ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻ്റായ നിനക്ക് അത് പരിഹരിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ എതിർവശത്തുള്ള ആൾ അവരോട് പറയാണ്, എനിക്കിച്ചിരി സമയം തരൂ എന്ന്. എന്നിട്ട് അയാൾ തന്നെ ചോദിക്കുകയാണ് അവരോട്, നിങ്ങൾ ശരിക്കും ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റ് തന്നെ ആയിരുന്നോ എന്ന്. പെട്ടെന്ന് അവളുടെ കോളിംഗ് ബെല്ല് ആരോ അമർത്താണ്. അപ്പോൾ അവൾ ഒരുപാട് നേരം വൈകി കഴിഞ്ഞാൽ അവൾക്ക് കുറേ പേടിയാവാണ്. അതുകൊണ്ട് അവൾ പോയിട്ട് അവളുടെ വാതിലൂടെ നോക്കുമ്പോൾ ഒരു ആളാണ് അവിടെ നിൽക്കുന്നത്. അയാൾ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കൂ, ഇത്രയും നേരം വൈകിയെന്ന് എനിക്കറിയാം, എന്നാലും ആ വാതിലൊന്ന് തുറക്കുമോ എന്ന് അവളോട് ചോദിക്കുകയാണ്. അവളപ്പോൾ അവിടെയുള്ള ഫോൺ എടുത്തിട്ട് അയാളോട് ചോദിക്കുകയാണ് ഇതെന്താണെന്ന്. അപ്പോൾ അയാൾ പറയാണ് അയാൾക്ക് അവിടുത്തെ വൈഫൈയുടെ പാസ്വേഡ് ഒന്ന് വേണമായിരുന്നു എന്ന്. അപ്പോൾ അയാളോട് പുറത്തുനിന്ന് ആരോ പറയുന്നുണ്ട് വേഗം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനോട് അയാൾ പറയാണ്, എനിക്ക് ഒന്ന് പെട്ടെന്ന് വേണം, എൻ്റെ റൂട്ടറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് പറ്റിയിരുന്നു. ജി യങ് പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ നേരെ ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് അവൾ ഉള്ളിലേക്ക് പോവാണ്. പുറത്ത് നിൽക്കുന്ന ആൾ കുറേ വട്ടം ഹലോ ഹലോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ നിന്ന് ശബ്ദമൊന്നും വരുന്നില്ല. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ജി യങ്ങിനെ കാണുമ്പോൾ ജി യങ് നേരെ അവളുടെ ആ ഗുളിക എടുത്ത് വീണ്ടും പോയി കഴിച്ചിട്ട് നേരെ ബെഡിൽ പോയി കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് പുറത്തുള്ള ആൾ അവിടെ നിന്ന് പറയാണ്, ഞാനത് പരിഹരിച്ചു, ആ വൈഫൈ ഒന്ന് ഓൺ ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അത് ശരിയാകുമെന്ന് അയാൾക്ക് തോന്നുന്നില്ല എന്ന് അയാൾ പറയാണ്. ഇതൊക്കെ ഉള്ളിൽ ബെഡിൽ കിടന്ന് കേൾക്കുന്ന ഹീറോയിന് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഏതാണ്ടൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടം കൊണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ഹീറോയിൻ ഏതോ ഒരു സ്ഥലത്തിരിക്കുന്നതാണ്. ആ സമയത്ത് അപ്പുറം വേറൊരാൾ ഇരിക്കുന്നുണ്ട്. അയാൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി അലാറം കേട്ടിട്ട് ഉണർന്നിട്ട് അവളോട് പറയാണ്, ഇതിനോടകം നിൻ്റെ സെഷൻ തീർന്നു, സമയം കഴിഞ്ഞിരിക്കുകയാണ്, ഇനി നിനക്ക് പോവാമെന്ന് പറയാണ്. അവളാണ് ഡോക്ടർ ജങ്സു. അപ്പോൾ നമ്മുടെ ജി യങ് ജങ്സുവിനോട് ചോദിക്കുകയാണ്, അപ്പോൾ അതെൻ്റെ കുറിപ്പടിയുടെ കാര്യമോ? അപ്പോൾ ജങ്സു പറയാണ്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അറ്റൻഡ് ചെയ്യാനെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയാണ് ജങ്സുവിനോട് തൻ്റെ വയറ് എപ്പോഴും വേദനിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ജങ്സു ഹീറോയിനോട് പറയാണ്, ഇതിൻ്റെ വലത്തെ സൈഡിലാണ് ടോയ്ലറ്റ് ഉള്ളതെന്ന്. ഈ വയറ് വേദനിക്കുന്ന ദിവസങ്ങളിൽ അവൾക്ക് ഉറങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്നൊക്കെ ഹീറോയിൻ അപ്പോൾ ജങ്സുവിനോട് പറയുന്നുണ്ട്. ഹീറോയിൻ പറയാണ് അവൾക്ക് ശക്തമായിട്ടുള്ള, അതായത് ഉറങ്ങാൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ഉറക്ക ഗുളിക തരാൻ വേണ്ടിയിട്ട് ജങ്സുവിനോട് പറയാണ്. ഇതിനോടൊക്കെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഹീറോയിൻ രാത്രി കഴിച്ചത് ഉറക്ക ഗുളിക ആയിരുന്നു എന്ന്. അപ്പോൾ ജങ്സു ജി യങ്ങിനോട് പറയാണ്, നിനക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ നിന്നെ സ്വയം ക്ഷീണിപ്പിക്കാൻ നീ ശ്രമിക്കണമെന്നും പറയാണ്. അതിനായിട്ട് നീ നിൻ്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടുമുട്ടണമെന്ന് പറയാണ്. ആ സമയത്ത് ഹീറോയിൻ ജങ്സുവിനോട് പറയാണ്, നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ ഒരു യോഗ്യതയില്ല എന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ ജങ്സു പറയാണ്, അവളെ തന്നെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, അവൾ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവും പറയില്ല. അപ്പോൾ ഡോക്ടർ ജങ്സു പറയുന്നുണ്ട്, താൻ എഴുതാൻ ആവശ്യപ്പെട്ട ജേണലുകൾ അവൾ എഴുതിയില്ലല്ലോ എന്ന്. പിന്നീട് അവളൊരു നല്ല രോഗിയായിട്ട് അവൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ജങ്സു ജി യങ്ങിനോട് ചോദിക്കുകയാണ്. ഇതോടെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി.
ഇനിയും പാർട്ടുകളുണ്ട് ഈ എപ്പിസോഡിന്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു 1 ഹവറോളം ഇതിൻ്റെ ഒരു എപ്പിസോഡുണ്ട്. അതാണ് 3 എപ്പിസോഡ് മാത്രമുള്ള ഒരു ഡ്രാമയായിട്ട് പറയുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ അടുത്ത എപ്പിസോഡ് ഇടുമ്പോൾ കാണാനായിട്ട് സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.